എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2025 LBS അഡ്മിഷൻ നടന്ന സമയത്ത് എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജും ലഭിച്ചിട്ടുണ്ട്, ഈ ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയർ ഹെൽപ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി, വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിനകത്ത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, എല്ലാവരും ചോദിക്കുന്നത് നഴ്സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിലും എനിക്കിപ്പോൾ എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഇത് നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. അതായത് 2025 ഈ ഒരു ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടികൾക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടിയെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു പ്രൊസീജിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അതേ ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടിക്ക് കഴിഞ്ഞ വർഷം കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് മാർക്ക് ഉള്ള സെയിം കുട്ടിക്ക് ആ കോളേജിൽ തന്നെ ഈ വർഷം അഡ്മിഷൻ കിട്ടുന്ന നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് അറിയാം, ഏകദേശം ഇൻഡെക്സ് ഉള്ളവർക്ക് ഗവൺമെന്റ് കിട്ടുമോ പ്രൈവറ്റ് കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം LBS എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്യും അതിനനുസരിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ 2024-ലും 2023-ലൊക്കെ വന്നിട്ടുള്ള കണക്ക് പ്രകാരം അല്ല 2025 അലോട്ട്മെന്റ്സ് നടന്നിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ചേഞ്ചസ് വരും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു റഫ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ റഫ് എസ്റ്റിമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും LBS ഇപ്പോൾ നാട്ടിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പ്ലാൻ ബി ഓപ്ഷൻ പ്ലാൻ ചെയ്യാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ എല്ലാ കോഴ്സസും കോളേജസും കാണിക്കുന്നില്ല, കാരണം ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഞാൻ ഈ ലിങ്ക് നിങ്ങൾ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് BSc നഴ്സിംഗ് ആണല്ലോ കൂടുതൽ കുട്ടികളും ചോദിക്കുന്നതും എടുക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സ്. അപ്പോൾ BSc നഴ്സിംഗ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഗവൺമെൻറ് കോളേജ് ജസ്റ്റ് ഇതിൽ കണ്ടോ, എല്ലാ കോളേജസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ, അതായത് ആലപ്പുഴ ഗവൺമെൻറ് കോളേജിൽ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ഇൻഡെക്സ് കിട്ടിയിട്ടുള്ളത്, റാങ്ക് കിട്ടിയിട്ടുള്ളത്, അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് നോക്കാം. കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ്, ഇപ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾക്കൊക്കെ ഒരു 300 ഇൻഡെക്സിലൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് തൊട്ട് വരുന്ന ഇൻഡെക്സ് സ്കോർ 299, 298. അതിന് റിസർവേഷനിൽക്കൊക്കെ വരുന്ന സമയത്ത് എന്നാലും ഒരു 270, 250 ഒക്കെ മുകൾക്കുള്ളവർക്കാണ് അവസാനഘട്ട അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഈ ഗ്രീൻ ടിക്ക് കാണിക്കുന്നത് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ഗവൺമെൻറ് കോളേജ് ആലപ്പുഴയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഇതുപോലെ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് പ്രിഫർ ചെയ്യുന്ന കോളേജ്, ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കോളേജ് എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ്സിൻ്റെ കണക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു റഫ് എസ്റ്റിമേഷൻ. അപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ് കോളേജ് ആലപ്പുഴയാണ്. അപ്പോൾ ലാസ്റ്റിലൊക്കെ നോക്കി 252, അതേപോലെ തന്നെ 256 അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ 12ാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെയാണ് കുറഞ്ഞ മാർക്ക്, അതായത് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ്സിലൊക്കെയാണ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ. അപ്പോൾ അത്രയും നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും ഏറെക്കുറെ ഗവൺമെൻറ് കോളേജിലൊക്കെ 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാർക്ക് ബേസ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ SM എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റാണ്. റിസർവേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്ന കുട്ടികളാണ് സ്റ്റേറ്റ് മെറിറ്റ്. അപ്പോൾ ഇതുപോലെ ഓരോ കോളേജും നിങ്ങൾക്ക് ഇപ്പോൾ ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സ് നോക്കി, ഒപ്റ്റോമെട്രിയിൽ ജസ്റ്റ് നമുക്ക് ഗവൺമെൻറ് കോളേജ് ഒന്ന് എടുത്ത് നോക്കാം. ഗവൺമെൻറ് കോളേജ് കോഴിക്കോട് നോക്കാം. കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ ഒപ്റ്റോമെട്രിക്ക് കണ്ടോ 300, പിന്നെ 299, ഏകദേശം 280 മുകളിലുള്ള കുട്ടികൾക്ക് തന്നെയാണ് അവിടെയും അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. സോ ഇതുപോലെ നിങ്ങൾ ഓരോ കോളേജും എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഒരു അപ്രോക്സിമേറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. സോ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് കോളേജ്, എനിക്ക് ഒത്തിരി കോളേജ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ കോളേജും കോഴ്സസും ഇതിൽ കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ, ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഇതുപോലെ അടിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.